ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. 8 മണിക്കാണ് മോദി രാഷ്ട്രത്തോട് സംസാരിക്കുക. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം പ്രധാനമന്ത്രി നേരിട്ട് വിശദീകരിച്ചേക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. രാജ്യം ഒരു സവിശേഷ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, പ്രത്യേകിച്ച് പഹൽഗാമിന് ശേഷമുള്ള സംഘർഷഭരിതമായ സാഹചര്യം, വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യമൊക്കെ അദ്ദേഹത്തിന്റെ ഈ അഭിസംബോധനയിൽ വിഷയമാകുമെന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ അതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. അതിനൊടുവിൽ അത് പാകിസ്ഥാൻ സൈന്യം ചില പ്രകോപനങ്ങൾ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും സൃഷ്ടിക്കുന്നു. അതിനും രാജ്യം കൃത്യമായി മറുപടി നൽകുന്നു. എല്ലാം ഒടുവിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത്, അതിന് രാജ്യം എങ്ങനെ മറുപടി നൽകി, രാജ്യത്തിൻ്റെ നയം, ഭീകരവാദത്തിനെതിരെ രാജ്യത്തിൻ്റെ നയം എന്താണ് എന്ന സന്ദേശം അതെന്താണെന്നുള്ളത് കൃത്യമായി ഈ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ ഉണ്ടാകും. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചകളെല്ലാം നടന്നത്. പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും 3 സേനാ മേധാവിമാരുമായും സംയുക്ത സൈനിക മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തുന്നു. ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ വിലയിരുത്തി അത് അവലോകനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇന്നലെ തന്നെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതായത് ഈ ഭീകരവാദത്തിനെതിരെ കൃത്യമായ മറുപടി നൽകാനാണ് ഇന്ത്യ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വെടിയാണ് ഇന്ത്യക്ക് നേരെ ഉണ്ടാവുന്നതെങ്കിൽ മറുപടിയായി ഒരു ഷെല്ല് എന്ന കണക്കിലാണ് രാജ്യം ഇതിനെതിരെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയത്. അത്തരത്തിൽ വേണം ആ നടപടി സ്വീകരിക്കാൻ എന്നതായിരുന്നു നിർദ്ദേശം. നമ്മുടെ മണ്ണിൽ കിട്ടിയതിനെ അവരുടെ മണ്ണിൽ നൽകി എന്നും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കാരണം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം അത് POKയിലും പാകിസ്ഥാനുള്ളിലും 9 ഇടങ്ങളിലായി ഭീകര കേന്ദ്രങ്ങളിലാണ് ആ ദൗത്യം നടത്തിയത്. അതിൽ സേന വിജയം കാണുകയും ചെയ്തു. പല കൊടും ഭീകരരെ വധിക്കുവാനും പല ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാരെ തകർക്കാനും അവിടെ പരിശീലനം നൽകിയ കേന്ദ്രങ്ങളടക്കം തകർക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു. അതിനുശേഷം പൂർണ്ണമായും ഈ പാക് സൈന്യം പ്രകോപനം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും സൃഷ്ടിച്ചു. അതിന് തക്കതായ മറുപടി അതാത് സമയങ്ങളിൽ തിരികെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത് എന്നാണ്. എന്ത് നയമാണ് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? പൊതുവെ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ ഇടപെടൽ ഉണ്ടാകുന്നു. ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ പാകിസ്ഥാന് പൊള്ളുന്നു. പാകിസ്ഥാൻ പാക് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു. സാധാരണ ജനജീവിതത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. ഡ്രോണുകളും മിസൈലുകളും ഇതിനായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ന് സേന DGMOമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുകയുണ്ടായി. ഇനി തുർക്കിയുടെ ഡ്രോൺ അല്ല, ഏത് രാജ്യത്തിന്റെ ഡ്രോണാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുന്നതെങ്കിലും. ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേർന്ന് ചില കാര്യങ്ങൾ വ്യക്തമാക്കണം. കോൺഗ്രസ് പറയുന്ന കശ്മീർ വിഷയത്തിൽ 3ാം കക്ഷിയുടെ മീഡിയേഷൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടോ? ഷിംല കരാറിൽ ആ മീഡിയേഷൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്, അത് ലംഘിക്കപ്പെട്ടോ? അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തുടർച്ചയായി പറയുന്നു. അപ്പോൾ ഇതിൽ സൈന്യമല്ല മറുപടി പറയേണ്ടത്, രാഷ്ട്രീയ നേതൃത്വമാണ്, പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പാർലമെന്റ് വിളിച്ചു ചേർക്കണം എന്ന് പ്രധാനമന്ത്രി അതിന് തയ്യാറാകണമെന്ന് KC വേണുഗോപാൽ, കോൺഗ്രസ് തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലടക്കം ചർച്ചകൾ വേണം, അതിൽ പ്രതികരിക്കണം എന്നൊരാവശ്യം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് എന്നത് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിലുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് വെടിനിർത്തൽ ധാരണ വന്നതിനു ശേഷം പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഊഹാപോഹങ്ങൾ ഉയരുകയും ചില ചർച്ചകൾ രാജ്യത്ത് ഉടലെടുക്കുകയും ചെയ്തു. അതായത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായി എന്നത് ആദ്യം അറിയിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക അതിനുശേഷം പലതരത്തിലുള്ള പ്രസ്താവന നടത്തുന്നു. ഇന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് നിലവിൽ ഈ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നൽകുന്ന പിന്തുണ തുടരും എന്നാണ്. അപ്പോൾ ഇതിനു മുൻപും ആ പിന്തുണ നൽകിയതായി അവർ അവകാശപ്പെടുന്നു. ഇവിടെ ഒരു മൂന്നാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഇൻവോൾവ് ആയോ, ഇത്തരത്തിലൊരു പരിഹാരം കാണുന്നതിലേക്ക് അതിൻ്റെ ഭാഗമായോ എന്ന് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ അതിൽ വ്യക്തമാക്കിയത്
പാക് DGMO നേരിട്ട് വിളിക്കുകയായിരുന്നു ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് എത്താം എന്ന തരത്തിലേക്ക്. എന്തായാലും അതിലൊരു വ്യക്തത ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകും. സ്വാഭാവികമായും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കത്ത് നൽകുകയും ചെയ്തു. അപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം, ഒപ്പം രാജ്യത്തിന്റെ നയം എന്താണ്, ഇതിന് ഭീകരതയ്ക്കെതിരായ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നയം, ഒപ്പം കഴിഞ്ഞ മണിക്കൂറുകളിലെ സംഭവ വികാസങ്ങൾക്ക് ഏത് തരത്തിൽ മറുപടി നൽകി എന്നതിൻ്റെ എല്ലാം ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധനയിൽ കാണുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 8 മണിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ ഇതിൽ ഒരു ഉത്തരം ലഭിക്കുമോ എന്നതാണ് ഇനി മുൻപിലുള്ളത്. ശരി അച്യുതൻ, എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രതികരണങ്ങൾ നടത്തും.